മുണ്ടക്കൈ ഭാഗങ്ങളിലും ഇന്ന് തെരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്നറിയാൻ സജു ദേവസ്യ മുണ്ടക്കൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സജു ദേവസ്യ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ ഗുഡ് മോർണിംഗ്. തിരച്ചിലിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുന്നു. ഒപ്പം പുനരധിവാസത്തിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ് എന്നതാണ് ദുരന്ത ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ചിത്രമായി നമുക്ക് കാണേണ്ടത്. അതിൽ ഡൗൺ സ്ട്രീം മേഖലകളിൽ കുറെ കൂടി വിദഗ്ധ സംഘം, അതായത് NDRF, പോലീസിന്റെ SOG, ഫയർഫോഴ്സ്, ഒപ്പം സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എന്നിവരെല്ലാം ചേർന്ന് കുറച്ച് വിദഗ്ധ സംഘത്തെ തന്നെ ആ മേഖലയിൽ നിയോഗിക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഇപ്പോൾ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസവും ശരീരഭാഗങ്ങളൊക്കെ കണ്ടെടുത്തത് കാന്തൻപാറ, പരപ്പൻപാറ ആ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടു കൂടിയാണ് ആ മേഖലയിൽ കണ്ടെത്തിയത്. അവിടം കേന്ദ്രീകരിച്ച് ഡൗൺ സ്ട്രീമിൽ കാര്യമായ പരിശോധന തന്നെ വേണ്ടതുണ്ട് എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. ആ മേഖലയിലേക്ക്, അതായത് ഉരുൾപൊട്ടി താഴേക്ക് ഒലിച്ചെത്തിയ പ്രദേശത്തേക്ക് വലിയ തോതിൽ ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടു പോവുകയും ഒലിച്ചെത്തുകയും ഒക്കെ ചെയ്ത പ്രദേശം കൂടിയാണിത്. അവിടെ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തും. അതേസമയം മുണ്ടക്കൈ ഉൾപ്പെടെ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യത്തോടുകൂടി 8 മണിക്ക് ശേഷമായിരിക്കും തിരച്ചിലുകളിലേക്ക് കടക്കുക. 5 പ്രത്യേക ഭാഗങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുണ്ടക്കൈ ഉൾപ്പെടുന്ന ഉരുൾപൊട്ടി അതിൻ്റെ ഏറ്റവും സംഹാര താണ്ഡവമാടിയ പ്രദേശത്തു കൂടിയാണ്. അവിടെയും യന്ത്രസഹായത്തോടു കൂടി, അതായത് മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടി എത്തിച്ച് യന്ത്രസഹായത്തോടു കൂടി നേരത്തെ ഈ പ്രദേശത്തെ ആളുകൾ നൽകിയ സൂചനകളും അവർ തിരയണമെന്ന് ആവശ്യപ്പെട്ട പ്രദേശങ്ങൾ, പോയിന്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ടുമാകും. സന്നദ്ധ പ്രവർത്തകർക്കടക്കം പ്രത്യേകിച്ചൊരു പോയിന്റ് ആ മേഖലയിൽ നിശ്ചയിക്കുക അപ്രായോഗികമാണ്. കാരണം പുതുതായി എത്തിയ സന്നദ്ധ പ്രവർത്തകരും മറ്റുമൊക്കെയാണ്. പക്ഷേ ആളുകൾ, പ്രാദേശികമായി അവിടെ ജീവിച്ചിരുന്ന ആളുകൾ ക്യാമ്പുകളിൽ നിന്നും മറ്റും എത്തി അവർ ചൂണ്ടിക്കാണിച്ച, അവർ അറിയിച്ച പോയിന്റുകൾ കേന്ദ്രീകരിച്ച് യന്ത്രസഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ നടക്കുകയും ചെയ്യും. അത് 12 മണിയോടുകൂടിയാകും തുടങ്ങുക. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെയുള്ള ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയും പ്രത്യേകമായ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ രേഖകൾ വീണ്ടെടുക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമിടുകയാണ്. അതിനുവേണ്ടി വിപുലമായ പ്രത്യേക ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ എല്ലാം രേഖകളും നഷ്ടമായി, ഒന്നും അവരുടെ കൈവശമില്ല. യഥാർത്ഥത്തിൽ അതിജീവിച്ചവർക്ക് അവരുടെ ജീവൻ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് വിപുലമായ അവർക്ക് രേഖകൾ ലഭ്യമാക്കും വിധം IT മിഷൻ, അക്ഷയ ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ ഏജൻസികൾ, റവന്യൂ, തദ്ദേശ സ്ഥാപനങ്ങൾ ഒക്കെ ചേർന്നുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ്. ഒപ്പം വളരെ വേഗത്തിൽ തന്നെ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ താൽക്കാലികമായി വാടക വീടുകളിലേക്കും അതിനുശേഷം മറ്റു പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്കും കടക്കേണ്ടതുണ്ട്. ഇതിനകം തന്നെ സർക്കാർ കണ്ടെത്തിയിട്ടുള്ള വാടക വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, അവയുടെ കണക്കെടുപ്പും അതിനാവശ്യമായ സൗകര്യങ്ങൾ, ക്രമീകരണങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടക്കും. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായും ഉള്ളത് തിരച്ചിൽ ഒരു വശത്ത് പുരോഗമിക്കണമെന്നതും ജനകീയ തിരച്ചിലായി തന്നെ അത് തുടരണമെന്നതും ആവശ്യം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതൊരു വശത്ത് പുരോഗമിക്കും. അത് യന്ത്രസഹായത്തോടു കൂടിയും സന്നദ്ധ സംഘടനകളുടെയും വിവിധ സേനാ വിഭാഗങ്ങളുടെയും സഹകരണത്തോടു കൂടി അത് ഈ ദുരന്ത മേഖലയിൽ തുടരും. അതോടൊപ്പം തന്നെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ആളുകളെ കുറെ കൂടി കരുതലോടുകൂടി ചേർത്ത് പിടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലടക്കം കുറെ കൂടി വേഗത്തിലുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇന്നത്തോടു കൂടി ആരംഭിക്കുക. ഒപ്പം ആളുകൾക്ക് ഇതിനകം സ്വയം മാറാൻ സന്നദ്ധരായ ആളുകൾക്ക് സർക്കാർ മേൽനോട്ടത്തിൽ തന്നെ ഇതിനകം അവർ മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരെ അതിജീവനത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ യഥാർത്ഥത്തിൽ കടക്കാൻ പോവുകയാണ്, അതിലേക്ക് പോവുകയാണ്. സുപ്രധാന ഘട്ടമാണ്. അവരെ എല്ലാവരും ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ആ ഒരു സ്റ്റേജിലേക്ക് കൂടി കടക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇന്നു മുതൽ അങ്ങോട്ടേക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വേഗതയും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഘട്ടം പിന്നിടുന്ന ഒരു സ്റ്റേജ് കൂടിയാണ്. അതോടൊപ്പം തിരച്ചിൽ പ്രക്രിയ കൂടി നടക്കും. അതിൽ ഇനിയിപ്പോൾ എന്തെല്ലാം പ്രായോഗിക തടസ്സങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആളുകൾ ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിലെല്ലാം തിരച്ചിൽ ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. SK. സജു ദേവസ്യ.